ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പൂവാറിലുള്ള തിയേറ്ററാണ് കേട്ടോ. മൃദംഗ ബാക്കിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഗൈസ്, ഇപ്പോൾ സമയം ഏകദേശം 9:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നൈറ്റ് നമ്മൾ ബ്രഹ്മയുഗം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോഹൻലാലിൻ്റെ പുതിയൊരു സിനിമയാണ് ബ്രഹ്മയുഗം. അപ്പം അടിപൊളി സിനിമ എന്നൊക്കെ എല്ലാവരും റിവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നോക്കാം എങ്ങനെയുണ്ട് ബ്രഹ്മയുഗം എന്ന്. ഐ എം സോ റിയലി എക്സൈറ്റ്മെൻറ്റ് ഗൈസ് ബ്രഹ്മയുഗം കാണാനായിട്ട്. അപ്പോൾ സമയം ഇപ്പോൾ 9:15 സിനിമ എല്ലാം കൂടി കഴിയുമ്പോഴേക്കും 12 മണി അടുപ്പിച്ചാവും. നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഗൈസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത നമ്പറിലേക്ക് ടാഗിൽ അടിച്ചോട്ടിക്കുക. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, വോയിസ് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ പതുക്കെയാണ് പറഞ്ഞ കാര്യം നൈറ്റാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി ഇൻട്രോയിൽ കണ്ടിട്ട് വരാം. ഓക്കെ, ബൈ. And I'm burned by the morning light. I make the same mistake more than twice. Same song, but brand new dance. I wear out my third second. അങ്ങനെ നമ്മളിതാ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കിത് ഇവിടെ സൈഡിൽ നമുക്കിത് വർഷങ്ങൾക്ക് ചെയ്യുന്ന പോസ്റ്റർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടി ഗൈസ്. ഒരാൾക്ക് 150 അപ്പോൾ 4 പേർ കൂടി 600 രൂപയായി. ഇതാ നമ്മൾ നേരെ ഓഡിയോ 1 ഗൈസ് ഇപ്പോൾ പോകുന്നത്. ഓഡിയോ 1 നമ്മുടെ ബ്രഹ്മയുഗം സിനിമ നടക്കുന്നത്. ഐ എം സോ റിയലി എക്സൈറ്റ്മെന്റ് ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഓഡിയോ 1 അത് കയറിയപ്പോഴാണെങ്കിൽ നല്ല തണുപ്പുണ്ട് ഗൈസ്. പിന്നെ ഒരൊറ്റ മനുഷ്യനില്ല ഗൈസ്. രാത്രി 9:30 ഒരൊറ്റ മനുഷ്യനില്ല കേട്ടോ. നിങ്ങളിത് കാണണം ഗൈസ്. സീറ്റൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുക. ഇനി നമ്മൾ 4 പേര് മാത്രം ഒന്ന് കണ്ടാൽ മതി. ഇതായിരിക്കും ഗൈസ് സിനിമ ബ്രഹ്മയുഗം. അപ്പോൾ ഗൈസ്, സിനിമ തുടങ്ങാറായി. ഇപ്പോൾ നമ്മൾ കാണാം. നമ്മുടെ ബ്രഹ്മയുഗത്തിൻ്റെ ഇൻ്റർവെല്ലാണ് ഇപ്പം. ഇൻ്റർവെല്ല് വരെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമയാണ്. അപ്പോൾ നമുക്ക് ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ ബ്രഹ്മയുഗം കാണാനായിട്ട്. പിന്നെ മോഹൻലാലിൻ്റെ ആക്ടിങ് ഒരു രക്ഷയില്ല. അടിപൊളി ആക്ടിങ് വെച്ചാൽ അടിപൊളി ആക്ടിങ്ങാണ്. പിന്നെ നമ്മളെ അശോകൻ അങ്ങനെ എന്തോട് പേര് എനിക്കറിയത്തില്ല. താഴത്തെ എവിടെ ഇങ്ങനെ കൊടുത്തേക്കുന്ന പേര്. ഇൻ്റർവെല്ല് വരെ അടിപൊളി സിനിമയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് ഈ സിനിമ. ഗൈസ്, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് നമ്മളിതിനകത്ത് കയറുകയാണ് ഗൈസ്. എനിക്ക് ബ്രഹ്മയുഗം എങ്ങനെയുണ്ട് ഇപ്പോൾ? ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യാമറ വർക്ക്, പിന്നെ രണ്ടാമത്തെ കാര്യം സൗണ്ട് ക്വാളിറ്റി. എടുത്തു പറയാനുള്ളത് മമ്മൂട്ടിയെക്കുറിച്ചാണ്. ഈ 72ാമത്തെ വയസ്സിലും ഇത്രയും വലിയ ഒരു അഭിനയം കാണിച്ചിട്ടുണ്ട്. ഇപ്പം പുതുമകൾ കുറേ സിനിമ നടന്മാരുണ്ട്, നമ്മളെ കുറേ നടന്മാർ. എന്നാൽ ഇത്ര വേഷങ്ങളിൽ മമ്മൂട്ടിയെന്നാലും മഹാനാടിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. വേറെ വിഷയമില്ല, സിനിമ എല്ലാവരും വന്ന് കാണുക. ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ ബ്രഹ്മയുഗം കണ്ട് അടിപൊളി സിനിമ വെച്ചാൽ വേറെ രക്ഷയില്ലാത്ത സിനിമയാണ്. അപ്പം മമ്മൂക്കയുടെ ആക്ടിങ് ആയാലും എല്ലാം വേറെ ലെവലായിരുന്നു ഗൈസ്. അപ്പം നിങ്ങൾ അതിൽ ഡയറക്ഷൻ ആയാലും അതുപോലെ തന്നെ ക്യാമറയിൻ്റെ ഇതായാലും സിനിമാറ്റോഗ്രാഫി ആയിരുന്നാലും എല്ലാം അടിപൊളിയായിരുന്നു ഗൈസ്, വേറെ ലെവലായിരുന്നു. അപ്പം എല്ലാവരും വന്ന് ബ്രഹ്മയുഗം കാണുക. അപ്പം അത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലോട് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്ന അടിപൊളി സിനിമ വെച്ചാൽ വേറെ ലെവൽ സിനിമ.